ഞാനിന്ന് ഏറ്റവും ആരാധിക്കുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഞാൻ റോൾ മോഡലായിട്ട് കരുതിയിട്ടുള്ള, ഞാൻ ഈ ലോകത്തെ ഏറ്റവും ആരാധിക്കുന്ന മനുഷ്യൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ധനുഷണ്ണ. കൂടുതൽ പറയാനാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ +1 പഠിക്കുന്ന സമയത്ത് മുതലാണ് ഇദ്ദേഹത്തിൻ്റെ ആരാധകനാവാൻ വേണ്ടിയുള്ള ഒരു തുടക്കം വന്നിരുന്നത്. ഒരു ദിവസം ഒരു ബസ്സിൽ വെച്ചൊരു പാട്ട് കേട്ടു. ആ പാട്ട് ഏത് സിനിമയിലെയാണ്, ആര് പാടിയതാണ്, ആരെഴുതിയതാണ്, എങ്ങനെ ഏത് ലാംഗ്വേജിൽ പാട്ടാണെന്ന് അന്വേഷിച്ച് പോയപ്പം അത് ഇന്ന സിനിമയിലാണ്, ഇന്ന പടത്തിലാണ്, ഇന്നയാൾ എഴുതിയതാണ്, ഇന്നയാൾ പാടിയതാണ് എല്ലാം മനസ്സിലായി. അങ്ങനെ ആ സിനിമയുടെ പാട്ട് കാണാനിടയായി. അതിനുശേഷം ഞാൻ ആ സിനിമ കണ്ടു. ആ സിനിമ കണ്ടപ്പോഴേ എനിക്ക് ഉള്ളിലൊരു ഫാനിസ് അടിച്ചു. കാരണം എൻ്റെ പ്രായം അതാണ്, 16 വയസ്സ്. ആ 16ാമത്തെ വയസ്സിൽ എനിക്കിങ്ങനെ ഒരു ഫാനിസം, ഒരു ഇഷ്ടം തോന്നി. അതിനുശേഷം പുള്ളിയുടെ സിനിമകളൊക്കെ ഒന്ന് എടുത്ത് കാണാൻ തുടങ്ങി. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ സിനിമകൾ പുള്ളിക്കുണ്ട്. അപ്പം പല സിനിമകളിലും ഞാൻ എന്നെ കണ്ടു. ഇപ്പം എൻ്റെ ഒരു കേസ് കെട്ടാണെങ്കിൽ പോലും എൻ്റെ കരിയർ ആണെങ്കിൽ പോലും പുള്ളിയുടെ VIP സിനിമ പോലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണ് ധനുഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുതുപ്പേട്ട സിനിമ കണ്ടപ്പം ഡൈ ഹാർഡ് ഫാനായി. 21ാമത്തെ വയസ്സിൽ ഇത്രയും ലെവലിലൊരു സിനിമ ചെയ്യണമെങ്കിൽ അത് ഇന്നുള്ള നടന്മാർക്ക് പോലും പറ്റില്ല. അത്രയും എടുക്കാൻ പറ്റാത്തൊരു റോള് പുള്ളി മനോഹരമായിട്ട് ചെയ്ത പുതുപ്പേട്ട എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അന്നും ഇന്നും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമയാണ് പുതുപ്പേട്ട. അപ്പോൾ അങ്ങനെ ഫാനായി. ഇന്ന് ഏകദേശം 9 കൊല്ലമാകാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ ഫാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ 51 സിനിമ അഭിനയിച്ച വ്യക്തിയാണ്. ഏകദേശം 40ൽ കൂടുതൽ സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. പാട്ട് പാടിയതിന് ഫിലിംഫെയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. വൈ ദിസ് കൊലവെറി ഒരു സിനിമയ്ക്ക് തന്നെ മികച്ച നടനും മികച്ച ഗായകനുമുള്ള അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ് ഫിലിംഫെയർ. 3 സിനിമയ്ക്ക് വൈ ദിസ് കൊലവെറി എന്ന് പറയുന്ന ആ പാട്ടിന് മികച്ച ഗായകനുള്ള ഫിലിംഫെയർ കിട്ടിയതാണ്. അപ്പം 4 നാഷണൽ അവാർഡ് വാങ്ങിച്ച് 9 ഫിലിംഫെയർ വാങ്ങിച്ച് 14 സൈമ വാങ്ങിച്ച വ്യക്തിയാണ്. വെറും 51 സിനിമ ഉണ്ട്. 300 സിനിമ ചെയ്ത ആൾക്കാർക്ക് വരെ ഇവിടെ 2 നാഷണൽ അവാർഡുള്ളൂ. അദ്ദേഹം വെറും 38 സിനിമ ചെയ്തുകൊണ്ട് 2 നാഷണൽ അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ്. പിന്നെ അറിയാലോ, അദ്ദേഹം ആദ്യമായിട്ടൊരു ഫ്രഞ്ച് സിനിമയിൽ അഭിനയിച്ചായിരുന്നു. എക്സ്ട്രാ ഓർഡിനറി ജേർണി ഓഫ് ഫക്കീർ. ആ സിനിമ ഒരു ഇംഗ്ലീഷ് സിനിമയായിരുന്നു. അത് കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ റൂസോ ബ്രദേഴ്സ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ലോകത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന് പറയുന്ന സിനിമ എടുത്ത ഡയറക്ടർമാർ അദ്ദേഹത്തിൻ്റെ ഗ്രേമാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ ധനുഷിനെ വിളിച്ചു. അതൊരു വലിയ നേട്ടമാണ്. അതിനുശേഷം ഹിന്ദിയിൽ പോയി അഭിനയിച്ചു. ഇപ്പോൾ 4ാമത്തെ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുക, തേരെ ഇഷ്ക് മെയിൻ. ആദ്യത്തെ 3 സിനിമ കഴിഞ്ഞു, ഇത് 4ാമത്തെ ഹിന്ദി പടമാണ്. തെലുങ്കിൽ ഇപ്പോൾ 2ാമത്തെ സിനിമ കഴിഞ്ഞു, കുബേര 100 കോടി അടിച്ച്. ആദ്യം അഭിനയിച്ച വാത്തി 100 കോടി അടിച്ചു. തമിഴിൽ ഇപ്പോൾ ഡയറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക, 4ാമത്തെ ചിത്രം ഡയറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി, അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതി, ഡയറക്ഷൻ ചെയ്യുകയാണ്. അപ്പം കമലഹാസന് ശേഷം നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും ഓൾറൗണ്ടർ ആയിട്ടുള്ളൊരു വ്യക്തി വേറെ ഉണ്ടോ? സംവിധാനം ചെയ്യാനും അത് സ്ക്രിപ്റ്റ് എഴുതാനും പാട്ട് എഴുതാനും പാട്ട് പാടാനും അഭിനയിക്കാനും എല്ലാ മേഖലയിലും ടോപ്പായിട്ട് നിൽക്കാൻ പറ്റുമോ? എല്ലാ മേഖലയിലും പുള്ളിക്ക് അവാർഡുമുണ്ട്, മോശവുമല്ല. അത്രയും കഴിവ്, ഇത്രയും ഇഷ്ടമാണ് അദ്ദേഹം. പ്രൊഫഷണലി ഇത്രയും പക്കയായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇപ്പോൾ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയാണ് ഇഡലിക്കട. ഒക്ടോബർ 1 ഇഡലിക്കട വരുന്നത്. ധനുഷ് തന്നെയാണ് ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് എല്ലാം. അരുൺ വിജയൊക്കെ സിനിമയിലുണ്ട്. അപ്പോൾ ആ സിനിമയ്ക്ക് കട്ട വെയിറ്റിംഗ് ആണ്. നിത്യമേനോനാണ് നടി. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സിംഗിൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ ധനുഷണ്ണ.